പിന്നെ ഈ ആണ് ദൃക്സാക്ഷി. ഈ ദൃക്സാക്ഷിയാണ് ഇതില്. സുമാരല്ലേ? എടാ അതെന്റെ പേര്. ഈ കേസിൽ ദൃക്സാക്ഷിയാണ്. ആ കേസിൽ എങ്ങനെയാ നിന്റെ പേര് മാറുക? നിങ്ങൾ എനിക്ക് പേരിട്ട് സുമാരേ. ഒരു 4000 കൊടുത്ത് ഇവനാണ്ട് കൊന്നാലോ? ആ കേസ് ഞാൻ വായിച്ചോളൂ. ഞാൻ കൊടുക്കും കൊട്ടേഷൻ വേണ്ടി. ഇങ്ങക്ക് എന്ത് നിങ്ങൾക്ക് തല തിരിഞ്ഞോ? എടാ ചെങ്ങായി വക്കീലേ, സുകുമാരേ. ഈ സുകുമാരാണ്, അത് എനിക്കറിയാ. ഇപ്പൊ സൽക്കാരം ദൃക്സാക്ഷി ആവണോ? അതാണ് ഞാൻ പറയുന്നത്. പേര് മാറ്റി നിൽക്കൂല, പേര് മാറ്റൂല. സുമാര തന്നെയാവും. എന്റെ അച്ഛനമ്മയുടെ പേരാണ്. എടാ ചെങ്ങായി, ഇവന്റെ ഒരു കേസിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. പ്രശ്നം ഇവനെ മനസ്സിലായില്ല? അതെന്ന് പറഞ്ഞാല് ഒരു പൈസ പറ്റിച്ച കേസാണ്. പൈസ പറ്റിക്കണോ? ഞാനല്ല പറ്റിക്കോ? പൈസ പറ്റിക്കോ? ഈ പൈസ പറ്റിക്കോ? ബാലരമേല വിക്രമന്റെ പനിയിട്ട് വന്നിക്കണോ? അരവര പനീനായിട്ട്. അയ്യോ, പൈസ പറ്റിച്ച് ഞാനല്ലേ. ഞാൻ ഇന്റെ മാതിരി കുരക്കല്ലേ. പൈസ പറ്റിക്കുക. എടാ ചെങ്ങായി, ഞാൻ പറയണേക്ക്, ഇവനെ 4000 ഉറുപ്പ്യ ഒരുത്തം പറ്റിച്ച് ആ കേസ് വാദിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഇവനല്ല പറ്റിച്ചത്. ഇവൻ പറ്റിച്ചെന്നല്ല, ഇവൻ ഒരാൾ പറ്റിച്ചെന്നാണ്. പൊന്നുമോനെ പറ്റിച്ചതാണ്. ഇവനെ പറ്റിച്ച്. ആരുടെ അറിയണം ബാബേ? അങ്ങോട്ട് വാ. ഞാനറിയില്ല. വാ, എനിക്ക് കൊലക്കാര് വാങ്ങി തരുമോ? ഞാനറിയില്ല. ഇവനെ പറ്റിച്ചാണ്. അതെ, മിണ്ടൽ. സാറേ മരിച്ച വീട്ടിലാണ്. അമ്മൂമ്മ മരിച്ചു പോയി. അതാ അമ്മൂമ്മ മരിച്ചതാ. ബോഡിയൊക്കെ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. എടാ ചെങ്ങായി, കള്ളത്തിന് മാമനാണ്. മാനസികത തെറ്റിപ്പോയി. മാമൻ മാനസികമായി തകർന്നേ മാമൻ. അതാ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് സത്യം വീട്ടിലെത്തിച്ചേരും സാറേ. ഇല്ല സാറേ, ഇല്ലല്ലേ, ഞാൻ അങ്ങനത്തെ ആളല്ല സാറേ. ശരി. ആരാ? ധാരണ്ടോ? 10,000 രൂപ വാങ്ങി മുങ്ങിയതാ. വിളിച്ച് വെറുപ്പിക്കുക ചെങ്ങായി. ഞാൻ മുങ്ങിയതാ. സാക്ഷി പറയാൻ പറ്റിയ വേറെ ആള് വേറെ ഇല്ല ഇവിടെ ലോകത്ത്. അല്ല, നിങ്ങൾക്ക് എത്ര നിങ്ങളെ പറ്റിച്ചത്? 4000 ഉറുപ്പ്യ അറബീന്റെ അടുത്ത് കൊണ്ടുവന്ന പൈസയാണ്. അറബീന്റെ അടുത്ത് നിങ്ങൾ എങ്ങനെ കൊണ്ടുവന്നത്? അറബി കാണാണ്ടേ. കട്ടതല്ല. അറബി ആ സമയത്ത് വീട്ടിലില്ല, അപ്പൊ ഞാൻ എടുത്തതാ. അതിന് അവിടെ കക്കുക നമ്മൾ മലയാളത്തിൽ പറയാം. മോഷണം. IPC അയാളെ പേരിൽ കേസ് എടുക്കുന്നു. അല്ല, അത് അവിടെ ഒരു കേസ് വേറെ നടക്കുന്നുണ്ട് ഗൾഫില്. ഗൾഫിലുണ്ടോ? ആണ് അധികം ആളുണ്ടോ? ഇല്ല, ഞാൻ മതി. സാക്ഷി ഞാൻ പറയാം. ആദ്യം ഇത് ജയിക്കുങ്ങള്. അല്ലത് കോടതിയിലെത്തൂലേ? ഇത് കോടതിയിലെത്തും. കോടതിയിൽ എത്തിക്കഴിഞ്ഞാല് വാദം നടക്കും, വാദിപ്രതിയാകും. നിങ്ങൾ കുറെ നേരമായല്ലോ പറയുന്നേ. തകരാറുണ്ട്. ഞാൻ എന്താ ഇപ്പൊ കോടതിയിൽ എത്തിയിട്ട് ചെയ്യണ്ടേ? ഈ കോടതിയിൽ എത്തിക്കഴിഞ്ഞാല് ഊമയായിക്കാള. ഞാനോ? ഊമ. ഞാനാണല്ലോ. എന്താണോന്നല്ല ഞാൻ ചോദിച്ചു. ഈ ഊമയാണ്. എനിക്ക് മനസ്സിലായി. എന്നോട് വക്കീൽ അവിടെ ഓരോ എതിർഭാഗം വക്കീൽ ചോദിക്കും, മോനെ ആരാണെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, ഞാൻ ഒരു പാവം ഗതിയില്ലാത്തൊരു ഊമയാണ്. ഈ ഊമാച്ച ആരാന്ന് വിചാരിച്ചപ്പോ ഊമാന്ന് പറഞ്ഞ എന്തിനാ പറയാ? പട്ടിണിപ്പാവത്തിന്. ഊമാന്ന് പറഞ്ഞ വർത്താനം പറയാൻ പറ്റാത്ത ആൾക്കാരാണ് ഊമാന്ന് പറയാ. പട്ടിണി പാവങ്ങളല്ല. അങ്ങനെയാ? എന്നോട് അവിടുന്ന് ചോദിക്കാണ്, എന്താ നിന്റെ പേര്? സുകുമാരൻ. ഈ ഊമയല്ലടാ. ഊമയാണല്ലോ. അപ്പൊ ആംഗ്യ ഭാഷ കൂടെ പറഞ്ഞു കൊടുക്കണം. പേരെന്താണ്? ഇതെന്താ ജിലേബിയോ? സുകുമാരൻ എഴുതിയതാ. മൂപ്പർക്ക് മനസ്സിലാവും, കുഴപ്പമില്ല. അടുത്തെന്താ? എത്ര രൂപയാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയത്? യൂമ മാത്രമേ ഉള്ളൂ. നമുക്ക് വിവരം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. 4000-ന് എത്ര പൂജ ചെയ്യപ്പെട്ട്? 10,000 പൂജയോ? എത്ര പൂജ വേണ്ടേ? എടാ 4000 എന്ന് പറഞ്ഞാൽ 4 പൂജയല്ലേ? 2 പൂജയല്ലേ ഉണ്ടാവുക? 4 പൂജയോ ഉണ്ടാവില്ലേ? 4000 എന്ന് പറഞ്ഞാൽ 4 പൂജയില് 4000 പറച്ചില്ലല്ലേ 4 പൂജ ഉണ്ടാവില്ലേ?